നേരത്തെ ചായക്കട പ്രോഫിറ്റ് ആക്കാൻ വേണ്ടി ടെക്നിക്ക് വെച്ചില്ലേ? അതെ. ഞാൻ 2 ടിപ്പ് പറഞ്ഞുതരാം. ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നതിന് അപ്സെല്ലിംഗ് എന്ന് പറയും. അപ്പോൾ ഒരാൾ 10 രൂപയ്ക്ക് ചായ കുടിക്കാൻ വരുന്നു. അപ്പോൾ നിങ്ങൾ അവിടെ തന്നെ ഒരു സ്പെഷ്യൽ ചായ എന്ന് പറഞ്ഞിട്ട് ചോദിക്കുക 15 രൂപയ്ക്ക്. ഓക്കെ, അപ്പോൾ ആൾക്കാർ കുറച്ചും കൂടി ആ സ്പെഷ്യൽ ചായനോട്ട് അട്രാക്ട് ആവും. അങ്ങനെ ആൾക്കാർ 15 രൂപേൻ്റെ ചായ കുടിക്കാൻ വരും. അതായത് നമ്മളെ ഒരു കാറ് വാങ്ങുമ്പോൾ ബേസ് വേരിയന്റ് വാങ്ങാൻ നിൽക്കുന്ന ആളെ കൊണ്ട് ടോപ്പ് വേരിയന്റ് വാങ്ങി. എക്സാക്ട്ലി. ബേസ് എടുക്കാൻ പോകുന്നവരെ കൊണ്ട് ടോപ്പ് വേരിയന്റ് വാങ്ങിപ്പിക്കുക. ഇതിനാണ് അപ്സെല്ലിംഗ് എന്ന് പറയുന്നത്. അടുത്തൊരു ടിപ്പാണ് ക്രോസ് സെല്ലിംഗ് എന്ന് പറയുന്ന സാധനം. ഇപ്പോൾ ചായൻ്റെ ഒപ്പം നമ്മൾ സാധാരണ കൊടുക്കുന്ന പഴംപൊരി, ഉള്ളിവട, മുട്ട പപ്സ്, ഇങ്ങനെ ഈ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, കോമ്പിനേഷൻ പോലെ. ഇതിനാണ് ക്രോസ് സെല്ലിംഗ് എന്ന് പറയാം. വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ ഒരു ക്യാമറ മേടിക്കാൻ പോകും. അപ്പോൾ അതിൻ്റെ ലെൻസ്, ട്രൈപോഡ്, ലൈറ്റിങ്, ഈ സാധനങ്ങളൊക്കെ എക്സ്ട്രാ വെക്കുന്നതിനാണ് നമ്മൾ ക്രോസ് സെല്ലിംഗ്. ഈ അപ്സെല്ലിങ്ങും ക്രോസ് സെല്ലിങ്ങും നല്ല രീതിയിൽ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് ആക്ച്വലി കൂട്ടാൻ പറ്റും.